മുത്തശ്ശി, എനിക്കൊരു കഥയും കൂടെ പറഞ്ഞു തരുമോ? ഇന്നിനി കഥയില്ല, മോൾ ഉറങ്ങിക്കോ, നാളെ പറഞ്ഞുതരാം. പ്ലീസ് മുത്തശ്ശി, എനിക്ക് ഒരു കഥയും കൂടെ പറഞ്ഞു തരുമോ? ശരി ശരി പറയാം. മോൾക്ക് ഏത് കഥയാ കേൾക്കേണ്ടത്? മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ മതി. ഒരു കഥ പറയാം, ഒരു കൂട്ടം കാണിച്ചും തരാം. പക്ഷേ മോളും മുത്തശ്ശിക്കൊരു വാക്ക് തരണം. എന്താ അത്? ലേറ്റ് ആയോ? ഇല്ല, വാ. Wow, you look so beautiful. Thank you. അവരൊക്കെ എവിടെ? എടാ പൊട്ട, അതല്ല ഞാൻ പറഞ്ഞത്. അവർക്കൊരു ഫംഗ്ഷന് പോയേക്കുവാ. ഞാനും പോകാനിരുന്ന, പക്ഷെ കഴിഞ്ഞില്ല. അതല്ലേ നിന്നെ വിളിച്ചേ. നമ്മൾ തമ്മിൽ ഇത്രയും ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ, പിന്നെ നീ എന്ത് ധൈര്യത്തിൽ എന്നെ വിളിച്ച് വീട്ടിൽ കയറ്റി? പേടിച്ചോ? പേടിക്കല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. കുന്തം. കൊള്ളാലോ, കൊള്ളാലോ. ഇതെന്റെ മുത്തശ്ശിയുടേതാ. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ മുത്തശ്ശി കൊടുത്തതാ. പിന്നെ ഈ വാൽക്കണ്ണാടിക്ക് ഒരു കഥ കൂടിയുണ്ട്. മുത്തശ്ശി പറഞ്ഞതാ. പറ കേക്കട്ടെ. ഡാ, ചായ കുടിക്ക്. പറ കേക്കട്ടെ നിന്റെ മുത്തശ്ശിയുടെ കഥ. അങ്ങ് വടക്കുമാരൂർ രാജ്യത്തിന്റെ മഹാരാജാവായിരുന്നു ചാന്തനു. രാജാവിന് 2 മക്കൾ, രണദേവനും ധ്രുവനും. ശാന്തനു രണദേവന്റെ പട്ടാഭിഷേകം നടത്തി അധികാരങ്ങളൊക്കെ കൈമാറുന്നു. പട്ടാഭിഷേകത്തിന് ശേഷം രാജ്യഭരണങ്ങളിൽ നിന്നും ഒരിടവേളയെടുത്ത് നായാട്ടിനിറങ്ങിയ രണദേവ് നദീതീരത്ത് തോഴുകളുമായി വിശ്രമിക്കുന്ന അതിസുന്ദരിയായ ഒരു രാജകുമാരിയെ കാണുന്നു. കണ്ട മാത്രയിൽ രണദേവന് രാജകുമാരിയോട് പ്രണയം തോന്നുന്നു. പക്ഷേ രാജകുമാരിയുടെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു രാജകുമാരിയുടെ പിതാവിന്റെ സുഹൃത്തിന്റെ മകനുമായി. ഇതറിഞ്ഞ് നിരാശയിലായ രണദേവ് തന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും മറന്ന് രാജകാര്യങ്ങൾ ശ്രദ്ധിക്കാതെയായി. ജ്യേഷ്ഠന്റെ വിഷമം കണ്ട ധ്രുവൻ രാജകുമാരിയുടെ കൊട്ടാരത്തിൽ നിന്നും തട്ടിക്കൊണ്ടുവരുന്നു. അത് രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു യുദ്ധത്തിന് തന്നെ തുടക്കമാകുന്നു. ആ സമയം രാജകുമാരിയുടെ കാമുകൻ കൊട്ടാര കാവൽക്കാരന്റെ വേഷത്തിൽ രാജകുമാരിയെ കാണാൻ വരുന്നു. പക്ഷേ രാജകുമാരിയുടെ കാമുകനെയും കാത്ത് കൊട്ടാരത്തിൽ രാജകുമാരിയുടെ വേഷത്തിലിരുന്നത് അത് രണദേവന്റെ അടിമയായ ഭൂതമായിരുന്നു. ഭൂതം രാജകുമാരനെ വാൽക്കണ്ണാടിയിലാക്കി അപ്രത്യക്ഷമാകുന്നു. യുദ്ധത്തിൽ രണദേവൻ പരാജയപ്പെടുന്നു. ഭൂതം അല്ലേ?
ഹാ. സോറി, ഞാൻ നിന്നെ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ശരിക്കും ഇഷ്ടമായി. നിന്റെ മുത്തശ്ശിയുടെ കഥ എനിക്ക് ശരിക്കും ഇഷ്ടമായി. നീതു, മുത്തശ്ശി, അപ്പ രണദേവൻ യുദ്ധത്തിൽ തോറ്റുപോയെങ്കിൽ ഭൂതം എവിടെ?